കഴിഞ്ഞ ആഴ്ച ഏറ്റവും ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ വ്യക്തിയാണ് പാപ്പിയാസ്. പാപ്പിയാസ് ഏതാണ്ട് 60 AD ജനിച്ചു, 130 AD കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതി എന്നുള്ള കാര്യം ഞാൻ 60 ജനിച്ചു, 130 വരെ ജീവിച്ചു, ആൻഡ് ഇതിന്റെ ഇടയ്ക്കാണ് എഴുതിയത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യഹൂദന്മാർ ക്രിസ്ത്യാനികളുടെ ധാരാളം റിലീജിയസ് ലിറ്ററേച്ചർ തീ കത്തിച്ചു കളഞ്ഞു. റോമൻ സാമ്രാജ്യം യഹൂദന്മാരുടെയും ക്രിസ്ത്യൻസിന്റെയും ധാരാളം ലിറ്ററേച്ചർ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ കത്തിച്ചു കളഞ്ഞിട്ട് പോലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്പൊ എന്റെ കളക്ഷനിൽ തന്നെ 250ഓളം എഴുത്തുകാരുടെ ലിസ്റ്റ് ഉണ്ട്. അതിൽ ചിലരൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഫുൾ ബുക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതെല്ലാം ഇവിടെ പറയുന്നില്ല. ഈ ക്ലാസ്സിൽ ലഭ്യമായിട്ടുള്ള തെളിവിൽ 5-1 മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അത് ഈ വിഷയം നല്ല കോംപ്രിഹെൻസീവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പര്യാപ്തമാണ്. പാപ്പിയാസ് കഴിഞ്ഞ് അടുത്തത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ അടുത്ത വ്യക്തിയാണ് ക്വാഡ്രാറ്റസ്. ഏഥൻസിലെ ഒരു വ്യക്തിയായിരുന്നു. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞത് പലരും ക്രിസ്ത്യാനികളല്ലായിരുന്നു. ക്വാഡ്രാറ്റസ് ഒരു ക്രിസ്ത്യാനിയാണ്. AD 124-ന്റെയും 125-ന്റെ ഇടയ്ക്ക് താൻ ഏഥൻസിൽ താമസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതിയതായിട്ട് നാം കാണുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് റോമൻ ചക്രവർത്തിയായ ഹാദ്രിയാന് താൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലേഖനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കിനനുസരിച്ച് അത് ഒരു പുസ്തകമാണ്. റോമാലേഖനമൊക്കെ ഒരു ബുക്കാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വളരെ വൈഡായിട്ട് അറിയപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിൻ മാർട്ടിയർ AD 100-ന്റെയും AD 150-ന്റെയും 165-ന്റെ ഇടയ്ക്ക് പല ബുക്സ് എഴുതി എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. താൻ ജനിച്ചത് AD 100-ലായിരുന്നു. 165-ൽ തന്നെ തല വെട്ടി കൊല്ലുകയാണ് ചെയ്തത്. ഒറിജിനലി ഒരു വിജാതീയ ഫിലോസഫർ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്ലാറ്റോണിക് ഫിലോസഫിയെ കുറിച്ച് പറഞ്ഞല്ലോ. താൻ ഒരു പ്ലാറ്റോണിസ്റ്റ് ഫിലോസഫർ ആയിരുന്നു. AD 130-ൽ താൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു അനുയായിയായി മാറി. ജസ്റ്റിൻ മാർട്ടിയറിന്റെ ഇവരാര് എത്ര ബുക്സ് എഴുതിയെന്ന് ഇന്ന് നമുക്കറിയത്തില്ല. കാരണം അതില് ധാരാളം ബുക്സ് കത്തിച്ചു കളഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ എതിരാളികൾ കത്തിച്ചു കളഞ്ഞു. എന്നാൽ ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയ 10 ബുക്സിനെ കുറിച്ച് നമുക്കറിയാം. ഈ 10 ബുക്സിൽ 5 ബുക്സിൽ താൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തെയും ക്രിസ്തീയ സമൂഹത്തെ എതിർത്ത ഒരു സമൂഹത്തിലാണ് ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയതെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയത് സത്യമായതുകൊണ്ട് ആരും ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയതിനെ എതിർത്തില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ജസ്റ്റിൻ മാർട്ടിയറിന്റെ ആദ്യത്തെ 3 പുസ്തകങ്ങൾ, അതിന് ഫസ്റ്റ് അപ്പോളജി, ഡയലോഗ് വിത്ത് ട്രൈഫോ എന്നൊക്കെയുള്ള പേരുകളാണ്. ഇവിടെ ഈ അപ്പോളജി എന്ന് പറഞ്ഞാൽ ക്ഷമാപണം എന്നല്ല, അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമാപണം എന്നല്ല, ന്യായവാദം. അത് ഗ്രീക്കിൽ നിന്നുള്ള വാക്ക് അപ്പോളജിയയിൽ നിന്ന് വരുന്നതാണ്. ഇംഗ്ലീഷിലുള്ള വാക്ക് അപ്പോളജി എന്ന് വരുന്നതല്ല. അപ്പൊ തന്റെ ഫസ്റ്റ് അപ്പോളജി, ആദ്യത്തെ ന്യായവാദം, രണ്ടാമത്തെ ന്യായവാദം, പിന്നെ ട്രൈഫോ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള ആശയവിനിമയം, ഇതൊക്കെ പ്രധാനപ്പെട്ട ബുക്സ് ആണ്. താൻ ആദ്യത്തെ ന്യായവാദം എഴുതിയത് ആന്റോണിയസ് പയസ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. ആന്റോണിയസ് പയസ്, അല്ലെങ്കിൽ ഫുൾ പേര് ടൈറ്റസ് ഏലിയസ് ഹാഡ്രിയാനസ് ആന്റോണിയസ് ഓഗസ്റ്റസ് പയസ്, ഒരു റോമൻ ചക്രവർത്തിയായിരുന്നു. ജൂലൈ 138 തൊട്ട് മാർച്ച് 161 വരെ താൻ ഒരു റോമൻ ചക്രവർത്തിയായിട്ട് ഭരിച്ചു. ഈ റോമൻ ഭരണകർത്താക്കളൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്ത്യാനികൾക്ക് എതിരായിരുന്നത് കൊണ്ട് ജസ്റ്റിൻ മാർട്ടിയർ ആദ്യത്തെ ന്യായവാദം ആന്റോണിയസ് പയസിന് എഴുതി അയച്ചു. അത് അയച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ന്യായവാദവും ആന്റോണിയസ് പയസിനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് ആശയവിനിമയം എന്നും പറഞ്ഞ 3-ാമത്തെ പുസ്തകം ഒരു യഹൂദനുമായിട്ടാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു യഹൂദനുമായിട്ടാണ്. ഈ 3 ബുക്സിലും കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതിനെ തന്റെ സമകാലീനരോ താൻ കഴിഞ്ഞുള്ള എഴുത്തുകാരോ ഒരിക്കലും ഖണ്ഡിച്ചിട്ടില്ല എന്ന് ഓർപ്പിക്കട്ടെ. താൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ.
ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന് ബലമായ തെളിവുകളാണ്. നമ്മളത് മനസ്സിലാക്കി ധൈര്യമായി പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിരീശ്വരവാദികൾ നമ്മുടെ ദൈവവിശ്വാസമുള്ള തലമുറകളെ ഇല്ലായ്മ ചെയ്തു കളയും. പ്രത്യേകിച്ച് ദൈവവിശ്വാസം വളരെ സ്ട്രോങ് ആയിട്ടില്ലാത്ത ചെറുപ്പക്കാരുടെ വിശ്വാസം ഇല്ലാതാക്കും എന്ന് ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ് ടാറ്റിയാൻ. ഞാൻ ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആകുന്നത് ഇന്നത്തെ ടെക്നിക്കൽ കോർഡിനേഷന്റെ പ്രശ്നം കൊണ്ടാണ്. ടാറ്റിയാൻ സിറിയയിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അസിറിയയിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. AD 120 ജനിച്ചു, 180 മരിച്ചു. താൻ ഒരു വിജാതീയ പണ്ഡിതനായിരുന്നു. എന്നാൽ ജസ്റ്റിൻ മാർട്ടിയറിന്റെ ടീച്ചിങ്സും കൊണ്ട് താൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. തന്റെ 5 ബുക്സ് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ 5 ബുക്സിൽ ടാറ്റിയാൻ ഗ്രീക്ക് ഫിലോസഫിക്കെതിരെയും ക്രിസ്തീയ വിശ്വാസത്തിന് അനുകൂലമായിട്ടും കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് എഴുതി. താൻ ധാരാളം ബുക്സ് പ്രൊഡ്യൂസ് ചെയ്തതില് ഡയാറ്റസറോൺ എന്നും പറഞ്ഞ ഒരു ബുക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കാരണം അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ നരേറ്റീവായിട്ട് മാറ്റിയിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു അൺഡിസ്പ്യൂട്ടഡ് ഒരു ചരിത്ര പുരുഷനായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ലൈഫ് ഹിസ്റ്ററി ധാരാളം ആളുകൾ എഴുതിയത്. അതിൽ 4 കാനോണിക ബുക്സ് യേശുക്രിസ്തുവിനെ കുറിച്ച് 4 വീക്ഷണകോണത്തിൽ എഴുതിയത്. അതെല്ലാം കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പലരും ചിന്തിക്കാറുണ്ട്. 1-ാം നൂറ്റാണ്ട് തൊട്ട് ചിന്തിക്കാറുണ്ട്. അത് വളരെ ക്രമീകൃതമായിട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ടാറ്റിയാൻ. അതല്ലാതെ ടാറ്റിയാൻ വേറെ പല ബുക്സ് എഴുതി, ഞാൻ ഓർപ്പിച്ചല്ലോ. 4 ഗോസ്പൽസ് ഹാർമോണൈസ് ചെയ്തു. കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്നും വിജാതീയ ദേവന്മാരെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് തുലനം ചെയ്യാൻ പാടില്ലെന്ന് തന്റെ ലേഖനങ്ങളിൽ താൻ വളരെ വ്യക്തമായിട്ട് എഴുതി. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ടാറ്റിയാൻ എഴുതിയതിനെ ടാറ്റിയാൻ കഴിഞ്ഞ് പല പണ്ഡിതന്മാരും അത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ടാറ്റിയാൻ എഴുതിയത് അത്രയധികം ആധികാരികമായിരുന്നു. അടുത്തതാണ് മെലിറ്റോ ഓഫ് സാർഡിസ്. താന് AD 120 ജനിച്ചു, 180 വരെ ജീവിച്ചു. താന് ഒരു ഫിലോസഫറും അതിന്റെ കൂടെ തന്നെ സർദീസ്, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സർദീസിനെ കുറിച്ച് വായിക്കുന്നല്ലോ. ഏഷ്യ മൈനറിലുള്ള ഒരു രാഷ്ട്രമായിരുന്നു, സർദീസിന്റെ ബിഷപ്പുമായിരുന്നു. താന് കർത്താവായ താൻ പല ബുക്സ് എഴുതിയിട്ടുണ്ട്. ബുക്സിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങ് എന്റെ മുമ്പിൽ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. അതെല്ലാം ഒന്നും ഇവിടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ബുക്സിലൊക്കെ കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്നും കർത്താവിന്റെ ജീവിതത്തിലെ പല ചരിത്ര സംഭവങ്ങളും കർത്താവിന്റെ ടീച്ചിങ്സിനെ കുറിച്ച് താൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യനായിരുന്നെന്നും പൂർണ്ണ മനുഷ്യനായിരുന്നെന്നും പൂർണ്ണ ദൈവമായിരുന്നെന്നും താൻ തന്റെ ബുക്സിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, ഇവരൊക്കെ എഴുതിയത് തെറ്റായിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആളുകൾ ഇവരെ വെല്ലുവിളിച്ചേനെ. ഇപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആരും മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ല. നമ്മൾ ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന എല്ലാവരും മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞ് ജനിച്ചവരാണ്. എന്നാൽ മഹാത്മാഗാന്ധി എന്നൊരു വ്യക്തി ഉണ്ടായിട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നാച്ചുറലി നമ്മളെല്ലാം ചാലഞ്ച് ചെയ്യും. തെറ്റായ ഒരു കാര്യം ഒരു ചരിത്ര പുരുഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അത് നാച്ചുറലി അത് ചാലഞ്ച് ചെയ്യും. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് ഇവരൊക്കെ എഴുതിയെങ്കിലും ഇവരെ ആരും ചാലഞ്ച് ചെയ്തില്ല എന്ന് പിന്നെയും ഞാൻ ഓർപ്പിക്കാം. അടുത്തതായിട്ട് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു മിനിറ്റ്, ഇത് ഏഥൻസിലുള്ള അഥനാഗോറസ്. AD 133 ജനിച്ചു, 190 മരിച്ചു. താൻ 100% ഒരു വിജാതീയ ഫിലോസഫർ ആയിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി പ്ലാറ്റോണിസ്റ്റ് ഫിലോസഫർ ആയിരുന്നു. എവൻച്വലി താൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, ആ നൂറ്റാണ്ടുകളിലൊക്കെ കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വളരെ ഫ്രഷ് ആയിരുന്നു. കർത്താവ് ഒരു ചരിത്ര പുരുഷനല്ല, വെറും ഒരു മനുഷ്യന്റെ സങ്കല്പമാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സ് ഒന്നും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കത്തില്ലായിരുന്നു. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പാഗൻ ഫിലോസഫറായ അഥനാഗോറസ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഫിലോസഫർ ആയതുകൊണ്ട് ധാരാളം ബുക്സ് എഴുതി. അതിൽ 2 ബുക്സ് സർവൈവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെഗാഷിയോ പ്രോ ക്രിസ്ത്യാനിസ് എന്നാണ് ലാറ്റിനില്, എംബസി ഫോർ ക്രിസ്ത്യൻസ് എന്നാണ് ഇംഗ്ലീഷില്. രണ്ടാമത്തേത് അപ്പോളജി ടു എംപറർ മാർക്കസ് ഓറേലിയസ്. ഇവിടെ അപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായവാദമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ചക്രവർത്തിയായ മാർക്കസ് ഓറേലിയസിന്, അല്ലെ ഓറേലിയസിന്റെ മുൻപിൽ
ഉള്ള ന്യായവാദം, ഇത് രണ്ടിലും താൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ എംബസി ഫോർ ക്രിസ്ത്യൻസ് എന്നുള്ളതില് വളരെ ഫിലോസഫേഴ്സിന്റെ പരിഷ്കൃത ഭാഷ, പരിഷ്കൃത തർക്കശാസ്ത്രം ഉപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്നും മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വൺസ് അഗെയിൻ ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ എഴുതുന്നതൊക്കെ തെറ്റായിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആളുകൾ അതിനെ വെല്ലുവിളിച്ചേനെ. അടുത്ത വ്യക്തി തിയോഫിലസ് ഓഫ് ആന്റിയോക്ക്. തിയോഫിലസ് ഓഫ് ആന്റിയോക്ക് വൺസ് അഗെയിൻ ഇതുപോലെ തന്നെ ഒരു പാഗനായിരുന്നു, ഒരു വിജാതീയനായിരുന്നു. ആ പാഗനായിരുന്നെന്ന് മാത്രമല്ല, താൻ ഗ്രീക്ക് ഫിലോസഫിയിൽ വളരെയധികം പാണ്ഡിത്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ പാണ്ഡിത്യം പ്രാപിച്ച ഈ വ്യക്തി എവൻച്വലി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഞാൻ ഈ പറഞ്ഞതിൽ ആദ്യമേ കുറച്ച് നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു, അത് കഴിഞ്ഞ് വന്ന ക്രിസ്ത്യൻസ് ക്രിസ്ത്യ വിശ്വാസത്തോട് എല്ലാവരും വളരെ ഹോസ്റ്റൈൽ ആയിരുന്ന സമയത്താണ് ഇവർ ബുക്സ് എഴുതിയതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആൻഡ് ക്രിസ്ത്യ വിശ്വാസത്തോട് അങ്ങനെയുള്ള ഹോസ്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവർ പല ബുക്സ് എഴുതിയത്. തിയോഫിലസിന്റെ ധാരാളം ബുക്സ് എഴുതിയതായിട്ട് നമുക്കറിയാം. അതിൽ ഓട്ടോലിക്കസ് എന്നും പറഞ്ഞ 3 വോള്യൂംസിൽ താൻ തന്റെ ഒരു പേഗൻ വിജാതീയ സുഹൃത്തിന് എഴുതിയതാണ്. ഈ വിജാതീയ സുഹൃത്തിന് എഴുതിയ ഈ 3 വോള്യൂമിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആക്യുറസി, അതിന്റെ ട്രൂത്ത്, ഇതിനെക്കുറിച്ചാണ് താൻ എഴുതിയത്. അതല്ലാതെ മാർസിയൻ എന്നും പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. മാർസിയനെതിരെ എഴുതിയൊരു ബുക്കും താൻ എഴുതിയെന്ന് നമുക്കറിയാം, മാർസിയനെതിരെ. എന്നാൽ ആ പുസ്തകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതിന്റെ കാരണം ഞാൻ ഓർപ്പിച്ചതുപോലെ യഹൂദന്മാര് ക്രിസ്ത്യാനികളുടെ ബുക്സ് നശിപ്പിച്ചു, റോമൻസ് നശിപ്പിച്ചു. അതല്ലാതെ താന് സദൃശവാക്യത്തെ കുറിച്ച് കമന്ററി എഴുതിയിട്ടുണ്ട്. ഈ മാർസിയനെ കുറിച്ച് കുറേയേറെ ഒരു 5 to 7 ബുക്സ് എഴുതിയിട്ടുണ്ട്. 4 ഗോസ്പൽസും കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്നും താൻ ദൈവമായിരുന്നെന്നുള്ളത് താൻ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത വ്യക്തി ഐറേനിയസ്, ലയൺസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഐറേനിയസ് ഓഫ് ലയൺസ്. താൻ 130 ജനിച്ചു, 2002 മരിക്കുന്നത്. താൻ ഒരു ഗ്രീക്ക് എഴുത്തുകാരനും ഫിലോസഫറുമായിരുന്നു. അക്കാലത്ത് ജ്ഞാനവാദം വളരെയധികം പൊക്കുന്നുണ്ടായിരുന്നു. ജ്ഞാനവാദം ഗ്രീക്സിന്റെ ഇടയ്ക്കുള്ള മറ്റൊരു ഫിലോസഫിയാണ്. ഒത്തിരി ഫിലോസഫീസ് ഉണ്ടായിരുന്നു. സ്റ്റോയിക്സ് ഉണ്ടായിരുന്നു, സ്റ്റോയിക്സ് ഉണ്ടായിരുന്നു, എപ്പിക്യൂരിയൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇന്ന് 6 പ്രധാനപ്പെട്ട ഫിലോസഫീസാണ് ഉള്ളത്. വേദാന്തം ഉണ്ട്, ദ്വൈത്തുണ്ട്, അദ്വൈത്തുണ്ട്, അങ്ങനെ പല ഫിലോസഫീസ് ഇന്ത്യയിലുണ്ട്. എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഗ്രീസില് പല ഫിലോസഫീസ് ഉണ്ടായിരുന്നു. അതിൽ നോസ്റ്റിസിസം, മലയാളത്തിൽ ജ്ഞാനവാദം, അത് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുമായിരുന്നു. ദൈവാത്മാവ് കൊലോസ്യ ലേഖനം എഴുതിപ്പിച്ചതിന്റെ ഒരു കാരണം കൊലോസ്യയിലുള്ള വിശ്വാസികളെ ജ്ഞാനവാദം വളരെയധികം സ്വാധീനിച്ചു. ആൻഡ് ഈ ജ്ഞാനവാദം ഇങ്ങനെ ടൈം ടു ടൈം തലപൊക്കാറുണ്ട്. ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും അത് പിന്നെയും തലപൊക്കിയിട്ടുണ്ട്. ഈ ഐറേനിയസ് ജീവിച്ചിരുന്ന സമയത്ത് ജ്ഞാനവാദം വളരെ തലപൊക്കി. അങ്ങനെ തലപൊക്കി കഴിഞ്ഞപ്പോൾ താന് അവർക്കെതിരെ ധാരാളം ബുക്സ് എഴുതി. ഓക്കെ, ജ്ഞാനവാദം എന്താ പറയുന്നത്? ജ്ഞാനവാദം പറയുന്നത് യേശുക്രിസ്തു ഒരു വാസ്തവത്തിലുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു. നമ്മൾ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചല്ല, നമ്മുടെ ഉള്ളിൽ ജ്ഞാനം വരുമ്പോഴാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതേതാണ്ട് ഹിന്ദുസിന്റെ വേദാന്ത ഫിലോസഫിയോട് ചേരും. വേദാന്ത ഫിലോസഫി പറയുന്നത് ഞാൻ ദൈവമാകുന്നു, അഹം ബ്രഹ്മാസ്മി തത്വം അസി, നീയും അത് തന്നെ ആയിരിക്കുന്നു. ഞാൻ ദൈവമാണെന്ന് എന്നെനിക്ക് മനസ്സിലാകും, അന്ന് ഞാൻ മോക്ഷം പ്രാപിക്കും. ആ ഫിലോസഫി ഇടയ്ക്കിടയ്ക്ക് പൊക്കിയപ്പോൾ പല ക്രിസ്ത്യൻ എഴുത്തുകാരെ, അപ്പോളജിസ്റ്റ് അതിനെ എതിർത്തു. ഐറേനിയസ് ദുരുപദേശങ്ങൾക്കെതിരെ തന്നെ എഴുതിയ 5 ബുക്സ് ഉണ്ട്. അതിൽ കൂടുതൽ ചിലപ്പോൾ എഴുതി കാണും. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ ഒത്തിരി ബുക്സ് സർവൈവ് ചെയ്തിട്ടില്ല. ഏതായാലും ദുരുപദേശങ്ങൾക്കെതിരെ തന്നെ 5 ബുക്സ് എഴുതിയിട്ടുണ്ട്. ഈ ബുക്സ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ ഈ ബുക്സ് ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുമോ? യെസ്, ഈ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് ആന്റേ നിസീൻ
ഫാദേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ, ആന്റി മീൻസ് ബിഫോർ, നിഖായ സുന്നഹദോസ് കൂടുന്നതിന് മുൻപുള്ള പിതാക്കന്മാരെ കുറിച്ച് സെർച്ച് ചെയ്താൽ 10-ലധികം വോള്യൂം ബുക്സ് കിട്ടും. പോസ്റ്റ് നിസീൻ ഫാദേഴ്സ് എന്ന് സെർച്ച് ചെയ്താലും 10-ലധികം ബുക്സ് കിട്ടും. ഓഫ് കോഴ്സ് ഇന്നത്തെ വായനക്കാര് ഈ 20 വോള്യൂംസ് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാലും ബ്രദറെ, ഈ ബുക്സ് എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ചോദ്യം വരുവാണെങ്കിൽ ആന്റി നിസീൻ 10 വോള്യൂം, പോസ്റ്റ് നിസീൻ 10 വോള്യൂം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഓക്കെ, അപ്പം ഐറേനിയസ് എഴുതിയത് ദുരുപദേശങ്ങൾക്കെതിരെ എന്ന് തന്നെ പറഞ്ഞ് എഴുതിയ ബുക്സ് തന്നെ 5 എണ്ണമുണ്ട്. അതല്ലാതെ താന് ധാരാളം ഈ വേദപുസ്തകത്തിലുള്ള ലേഖനങ്ങൾ, അതുപോലുള്ള ലേഖനങ്ങൾ വിശ്വാസികൾക്ക് എഴുതി തന്റെ എല്ലാ ബുക്സിലും ഈ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള 5 ബുക്സും മറ്റെല്ലാ ബുക്സിലും കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു. കാരണം ജ്ഞാനവാദികൾ യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റി, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളതിനെ നിഷേധിച്ചിരുന്നു. അതുപോലെ രക്ഷ വിശ്വാസത്തിൽ കൂടെയാണെന്നുള്ളതിനെ നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് താൻ ഇതിന്റെ ഒക്കെ അഗേൻസ്റ്റ് വളരെയധികം എഴുതി. എന്നാൽ ഈ പ്രക്രിയയിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് വളരെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയെന്ന് ഓർപ്പിക്കട്ടെ. ഡയോനേറ്റസ് ആരാണെന്ന് നമുക്കറിയാം. ഡയോനേറ്റസിന് വേണ്ടി ഒരു അജ്ഞാത ലേഖകൻ ഒരെഴുത്തെഴുതി. ഡയോനേറ്റസ് 150 AD 130 AD ജനിച്ചു. ഈ എഴുത്ത് 130 150 ഇടയ്ക്ക് എഴുതപ്പെട്ടതാണ്. ഇത് ഏതാണ്ട് റോമാലേഖനം പോലെ ഉള്ള ഒരു നീണ്ട ഒരു ലേഖനമാണ്. ഒരു ക്രിസ്ത്യാനിയാണ് ഡയോനേറ്റസിന് ഈ എഴുത്ത് എഴുതിയത്. ഡയോനേറ്റസ് ഒരു വിജാതീയനായിരുന്നു, കംപ്ലീറ്റ് പേഗനായിരുന്നു. എന്നാൽ താൻ സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയും മാർക്കസ് ഓറേലിയസിന്റെ ടീച്ചറുമായിരുന്നു. മാർക്കസ് ഓറേലിയസിന്റെ ടീച്ചർ കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് മനസ്സിലാക്കുകയും തന്നെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തി പേര് വെക്കാതെ എഴുതിയ ഒരു പുസ്തകമാണിത്, ഈ ലെറ്റർ ടു ഡയോനേറ്റസ്. നിങ്ങൾ ചോദിച്ചു വന്നിരിക്കുക, അങ്ങനെ നീണ്ട എഴുത്തുകളൊക്കെ എഴുതുമ്പം പേര് വെക്കാതെ എഴുതാറുണ്ട്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ പ്ലിമത്ത് ബ്രദറൻ പ്രസ്ഥാനം, നമ്മൾ പ്ലിമത്ത് ബ്രദറൻ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ത്യൻ ബ്രദറനും പ്ലിമത്ത് ബ്രദറനും ഒന്നല്ല, വിശ്വാസത്തിൽ ഒന്നാണെന്നേ ഉള്ളൂ. പ്ലിമത്ത് ബ്രദറൻ തുടങ്ങിയ സമയത്ത് ആദ്യമുള്ള എഴുത്തുകാര് അവരുടെ പേര് വെക്കത്തില്ലായിരുന്നു. അത് ഏതാണ്ട് കർത്താവിന് അപമാനമുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്തത്. അപ്പം കഴിഞ്ഞ 2000 വർഷങ്ങൾ അല്ലെങ്കിൽ 20 നൂറ്റാണ്ടുകളിൽ പേര് വെക്കാതെ എഴുതിയ ഒത്തിരിയും ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി ഡയോനേറ്റസ് എന്നും പറഞ്ഞ വിദ്വാനും മാർക്കസ് ഓറേലിയസിന്റെ ടീച്ചറായ ഫിലോസഫറിനെ എഴുതിയ എഴുത്താണ്. അതിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് ഈ ദീർഘലേഖനത്തിന്റെ 7-ാമത്തെ അധ്യായത്തില്, 8-ാമത്തെ അധ്യായത്തില്, 9-ാമത്തെ അധ്യായത്തില്, 10-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിന് ഡയോനേറ്റസ് ഒരു രീതിയിലും എതിര് പറയുകയോ ഖണ്ഡിക്കുകയോ ചെയ്തിട്ടില്ല. ലൂക്കോസ് തിയോഫിലോസിന് വേണ്ടി എഴുതിയ രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് അക്രൈസ്തവർക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളതൂടെ ഓർപ്പിക്കട്ടെ. അടുത്തത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിന്റെ പുറത്ത് എഴുതിയ അടുത്ത വ്യക്തിയാണ് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ 150 ജനിച്ചു, 250 മരിച്ചു. താൻ ഒരു പേഗൻ, വിജാതീയനായിരുന്നു, ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. ഒന്നിൽ ഏഥൻസ് അല്ലെ അലക്സാണ്ട്രിയയിൽ നിന്നായിരുന്നു. ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ലോകത്തിലെ ഒരു വിശ്വാസത്തെ അംഗീകരിക്കാത്തവരായിരുന്നു ഗ്രീക്ക് ഫിലോസഫേഴ്സ്. അവരുടെ ഫിലോസഫിയാണ് ലോകത്തിലെ ബെസ്റ്റ് ഫിലോസഫി എന്ന് ചിന്തിച്ചവരാണ്. ഞാൻ ഈ പറഞ്ഞു വന്നതിൽ പലർ ഗ്രീക്ക് ഫിലോസഫേഴ്സ് മാത്രമായിരുന്നെങ്കിൽ പലർ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയി ഇരുന്ന് വളരെ ഹൈ പൊസിഷനിൽ എത്തിയ സമയത്ത് കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് മനസ്സിലാക്കി, കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റപ്പെട്ട് എന്ന് മനസ്സിലാക്കി കർത്താവിനെ രക്ഷിതാവെന്ന് സ്വീകരിച്ച ആളുകൾ, ഇതൊന്നും ഓർഡിനറി ആളുകളല്ല എന്ന് ദൈവജനം പ്രത്യേകം മനസ്സിലാക്കണം. ഓർഡിനറി ആളുകൾ എഴുതിയത് ഒത്തിരി ഉണ്ട്. എന്നാൽ ഞാൻ പർട്ടിക്കുലർലി സൊസൈറ്റിയിൽ പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നിങ്ങളുടെ മുൻപിൽ വെച്ചത്. കാരണം ഈ പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകൾ ഇവർ സോഷ്യലിസത്തിലെ ഓർഡിനറി ആളുകളല്ലായിരുന്നു,
അക്കാഡമിക്കലി ഓർഡിനറി ആളുകളല്ലായിരുന്നു, ഒരു കണ്ടീഷനിലും ഓർഡിനറി ആളുകൾ അല്ലായിരുന്നു എന്നുള്ളത് ദൈവജനം മനസ്സിലാക്കണം. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ ധാരാളം ബുക്സ് എഴുതി. അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നത് പ്രോ ടെപ്പിക്കസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, പെഡാഗോഗോസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, സ്ട്രോമാട്ട എന്നും പറഞ്ഞ് 8 ബുക്സ് ഉണ്ട്, ഹു ഇസ് ദ റിച്ച് മാൻ ഹു വിൽ ബി സേവ്ഡ് എന്നും പറഞ്ഞ് ഒരു ബുക്കുണ്ട്. അതല്ലാതെ തന്റെ കളഞ്ഞു പോയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ തീയൊക്കെ കത്തിച്ച് നശിച്ചു പോയ 1, 2, 3, 4, 5, 6 ബുക്സിനെ കുറിച്ച് നമുക്കറിയാം. പ്ലസ് ഇതല്ലാതെ താൻ കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട്, എന്നാൽ അതിന്റെ ഒന്നും പേര് പോലും സർവൈവ് ചെയ്തിട്ടില്ല. എല്ലാം ഈ തീ കത്തിച്ച് നശിപ്പിച്ചതിന്റെ പരിണിത ഫലമാണെന്ന് ഓർപ്പിക്കട്ടെ. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ കർത്താവായ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നും താൻ ദൈവമാണെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇവരുടെ എല്ലാം പശ്ചാത്തലം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇവരൊക്കെ വളരെ ഉന്നത സ്ഥാനത്തിരുന്ന ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു. വെറും മനുഷ്യന്റെ ഈ വാക്ചാതുര്യം കൊണ്ട് ഇവരെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. സുവിശേഷം കേട്ട് കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് മനസ്സിലാക്കി, ക്രൂശിൽ മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച വ്യക്തികളാണ്. അവരാണ് കർത്താവിനെ കുറിച്ച് ഇത്രയും എഴുതിയത്. ഇവിടെ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു ചോദ്യം. നമ്മൾ ഈ പഴയ കാലത്തെ മഹാന്മാരെ കുറിച്ച് അവരുടെ കാലം കഴിഞ്ഞ് 2 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് പഠിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ എല്ലാ മനസ്സിൽ കടന്നു പോകേണ്ടതാണ്. അവർക്ക് മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും സ്വാധീനം ഉണ്ടായെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വലിയ സ്വാധീനം, വലുതോ ചെറുതോ ആയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കും. സത്യസന്ദേശത്തെ കാത്തു സൂക്ഷിക്കുകയും ധൈര്യത്തോടെ മറ്റുള്ളവരോട് പങ്കിടുകയും ചെയ്യുന്ന സമർപ്പണം ഉണ്ടെങ്കിൽ സാധിക്കും. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ മറ്റുള്ളവരോട് എങ്ങനെയാ പങ്കിടുന്നത്? ഇന്ന് ഒരു 3000 രൂപയുടെ സ്മാർട്ട് ഫോൺ, ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ അതിനേക്കാളൊക്കെ ബെറ്റർ സ്മാർട്ട് ഫോൺ കാണും, എന്ന ഒരു 3000 രൂപയുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം ലോകത്തിലുള്ള ഏത് രാഷ്ട്രത്തിലുള്ള ആളുകളെ അറിയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എഴുതാൻ കഴിവില്ലയോ? ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ആളുകൾ വരമൊഴിയായിട്ടോ വാമൊഴിയായിട്ടോ റെഡിയാക്കിയിട്ട് നമ്മുടെ മൊബൈൽസിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അത് ഷെയർ ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾക്കും ഇവർ ചെയ്തതുപോലെ തന്നെ ഈ മെസ്സേജ് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർപ്പിച്ചിട്ട് നമുക്ക് 200ന്റെ 300ന്റെ AD കടക്കാം. 0 തൊട്ട് 99ഉം 100 തൊട്ട് 199ഉം നമ്മൾ കണ്ടു. ഇനിയും 200 തൊട്ട് 300ന്റെ മധ്യയുള്ള ആളുകളെ ഒന്ന് നമുക്ക് ചിലരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് തെർത്തുല്യൻ. മലയാളത്തിൽ തേർത്തുല്യൻ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. AD 155 ജനിച്ചു, AD 220 മരിച്ചു. കാർത്തേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താന് ജനിച്ചത്. താൻ ഒരു ലോയർ ആയിരുന്നു എന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് റെറ്റോറിക്സ് എന്നും പറഞ്ഞ ഒരു കലയുണ്ടായിരുന്നു, അതിന്റെ എക്സ്പെർട്ട് ആയിരുന്നു. താൻ ലാറ്റിനിലാണ് എഴുതിയത് മുഴുവൻ. ലാറ്റിൻ ക്രിസ്ത്യൻ തിയോളജിയുടെ പിതാവ് എന്ന് തന്നെ പറയാൻ സാധിക്കും. താൻ ജീവിച്ചിരുന്ന സമയത്ത് ക്രിസ്തീയ വിശ്വാസത്തിന് വളരെയധികം എതിർപ്പുണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് താൻ ഈ റോമാക്കാരുടെ പീഡനങ്ങളും എതിർപ്പിന്റെ ആ സമയത്ത് ക്രിസ്തീയ വിശ്വാസത്തെയും യേശുക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നെന്നും ദൈവമായിരുന്നെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തേർത്തുല്യൻ 30-ലധികം ബുക്സ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ബുക്സിന്റെ നമ്പർ പറയുമ്പം ഇവരാരും എഴുതിയ ടോട്ടൽ നമ്പർ അല്ല എന്ന് ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരാരും എഴുതിയ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് നമുക്കറിയത്തില്ല. കാരണം കുസ്തന്തിനോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റൈന് ഭരണം ഈ ക്രിസ്ത്യ മതത്തെ അംഗീകരിക്കുന്നത് വരെ ക്രിസ്ത്യാനികളുടെ യഹൂദന്മാരുടെ മതഗ്രന്ഥങ്ങളെല്ലാം തുടർമാനമായിട്ട് കത്തിച്ചു കളയുന്നുണ്ടായിരുന്നു. അത് ദൈവജനം മനസ്സിലാക്കണം. സോ ഞാൻ ഈ പറയുന്നത് സർവൈവ് ചെയ്ത ബുക്സിന്റെ കാര്യമാണ്. ടെർട്ടുല്യൻ എഴുതിയ ബുക്സ്, അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബുക്കാണ് അപ്പോളജറ്റിക്കസ്. അത് ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രമാണ്. പിന്നെ അഗെയിൻസ്റ്റ് മാർസിയൻ. ഈ മാർസിയൻ ആരായിരുന്നു? ക്രിസ്തീയ വിശ്വാസത്തെ വളരെയധികം എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. അഗെയിൻസ്റ്റ് പ്രാക്സിയാസ്, ക്രിസ്തീയ വിശ്വാസത്തെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. ഇതല്ലാതെയും താൻ ധാരാളം ബുക്സ് എഴുതിയിരുന്നു. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്ന് വളരെ എംഫാറ്റിക്കലി പറഞ്ഞു. താൻ എഴുതിയതിനെ തന്റെ കണ്ടംപററീസ് ആരും ഖണ്ഡിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, ഖണ്ഡിച്ചില്ലെന്ന് ജോൺസൺ ബ്രദറിന് എങ്ങനെ അറിയാം?
ഇവരൊക്കെ എഴുതിയ ബുക്സ് 20 വോള്യൂമിൽ ഉള്ളതുപോലെ തന്നെ ഇവർ എഴുതിയ തെറ്റായിരുന്നെങ്കിൽ അത് സെക്യുലർ ലോകം 20-200 വോള്യൂംസ് ആയിട്ട് സേവ് ചെയ്ത് നമുക്ക് തന്നേനെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ ചോദ്യം ചെയ്യുന്ന ആർക്കും ഈ എഴുതിയ എഴുത്തുകാരെ അവരുടെ സമകാലീനർ എതിർത്തതായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ എഴുതിയിട്ടില്ല. ഇവർ എഴുതിയതൊക്കെ ചരിത്ര വസ്തുതയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇത്രയും ഞാൻ വ്യക്തികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഒരു വിലേറിയ കല്ല് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ പേര് കോൺസ്റ്റാൻസ ജെം സ്റ്റോൺ എന്നാണ്. ഇതൊരു ജെം സ്റ്റോൺ ആണ്. ഇത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നടുക്ക് ഒരു വ്യക്തിയെ ക്രൂശിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. AD 170 200 ഇടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ ക്രൂശിച്ചിരിക്കുന്ന വ്യക്തി നമ്മൾ ആക്ച്വലി നിങ്ങൾ മൊബൈലിലാണ് ഇത് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ വലിയ വൈഡ് സ്ക്രീനിലാണ് ഇത് കാണുന്നത്. ക്രൂശിച്ചിരുന്ന വ്യക്തി താടിയുള്ള ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തുവിന്റെ താടി അവർ പിഴുതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 170 200 AD മധ്യേ രാജകുടുംബത്തിൽപ്പെട്ട ആരോ ഇത് അവരുടെ ആഭരണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു AD 200 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ളത് കുറെ കൂടെ സ്ട്രോങ് ആകുകയായി ചെയ്തത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ ചുറ്റിനും ധാരാളം ആളുകൾ ബൈബിളിനെ വെല്ലുവിളിക്കുന്നു. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ള വസ്തുതയെ വെല്ലുവിളിക്കുന്നു. ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെ വെല്ലുവിളിക്കുന്നു. വലിയ പ്രശ്നമാണ്. എന്നാൽ ഇതിനെല്ലാം മറുപടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വിഷയത്തിൽ താല്പര്യമുള്ള പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ ഉള്ള ആളുകളെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഈ വ്യാഴാഴ്ച 7-ാം തീയതി തൊട്ട് അടുത്ത 4-5 സൺഡേസ് വാപ്പി സഭ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ദൈവം സത്യമോ മിഥ്യയോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ ഹിന്ദിയിൽ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അതിന്റെ നോട്ടീസും BTA ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡയറക്ട്ലി ഹിന്ദിയിൽ കേൾക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഹിന്ദി സംസാരിക്കുന്നതായിരിക്കും. ഒരാൾ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെയിൻ ക്ലാസ് എന്റേതായിരിക്കും. ഞാനായിരിക്കും ഹിന്ദി സംസാരിക്കുന്നതെന്ന് ഓർപ്പിക്കുന്നു. അതില് ഹിന്ദിക്കാര് വിശ്വാസികൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാം എൻകറേജ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് നമ്മുടെ ക്ലോസിംഗ് ക്ലാസ് ആയിരിക്കും.